പിണറായി വിജയന്റെ കർണനല്ല കാലനാണ് കെ രാഗേഷ്. കണ്ണൂർ CPM-ൽ വിജയന്റെ പെട്ടിതാങ്ങികളെ ചവിട്ടി പുറത്താക്കാൻ ഒരു കൂട്ടം ഒരുമിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രൈവറ്റ് സെക്രട്ടറി കസേരയിൽ ഇരുന്ന് CM ഓഫീസിന്റെ വളയം പിടിച്ചവരിൽ പ്രധാനിയാണ് രാഗേഷ്. CPM-ന്റെ പടുതോൽവിക്ക് കാരണക്കാരിൽ ഒരാൾ കൂടിയാണ് രാഗേഷ്. കാരണം പിണറായിയെ പാതാളക്കുഴിയിലേക്ക് തള്ളുന്നതിൽ മുൻപന്തിയിലായിരുന്നു ഈ മാന്യദേഹം ഉണ്ടായിരുന്നത്. പിണറായി വിജയൻ ധാർഷ്ട്യക്കാരനാണല്ലോ. ആ ധാർഷ്ട്യക്കാരനായ പിണറായിയെ സുഖിപ്പിച്ചും പൊക്കിയടിച്ചും കുമ്മിയടിച്ചുമൊക്കെ രാഗേഷ് വല്ലാണ്ടങ്ങ് വളർന്നിരുന്നു. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കസേരയിലേക്ക് ചുളിവിൽ സ്ഥാനക്കയറ്റം കിട്ടിയത് വിജയന്റെ കാല് നക്കിയിട്ടാണ് എന്ന് CPM-ൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. കണ്ണൂർ CPM വൻ പൊട്ടിത്തെറിയുടെ വക്കിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. രാഗേഷിനെതിരെയും വിരൽ ചൂണ്ടി ഒരു കൂട്ടം നേതാക്കൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിരൽ ചൂണ്ടുന്നത് രാഗേഷിന് നേരെയാണെങ്കിലും ചെന്നു കൊള്ളുന്നത് പിണറായിക്കിട്ടാണ്. രാഗേഷിനെ പോലെയുള്ളവരെയും പിണറായിയെയും MV ഗോവിന്ദനെയും ഒക്കെ ചവിട്ടി പുറത്താക്കി ഒരു ശുദ്ധീകരണം വേണം എന്നുള്ള ആവശ്യം കുറെ കാലമായിട്ട്, പ്രത്യേകിച്ച് തോൽവിക്ക് ശേഷം ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ്. ഇപ്പോൾ കെ രാഗേഷിനെതിരെ വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ പൊക്കിയടിക്കുന്നതിൽ പ്രധാനിയായിരുന്നു കെ രാഗേഷ് എന്ന് പറഞ്ഞിരുന്നല്ലോ. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുമ്മിയടിച്ച് ട്രോളന്മാരുടെ വായിലേക്ക് പിണറായിയെ കൊണ്ടിട്ടുകൊടുത്തത് ഈ പറയുന്ന രാഗേഷും കൂട്ടരുമൊക്കെയാണ്. പിണറായി പറയും, പാർട്ടി കേൾക്കും. ഇതായിരുന്നല്ലോ മുൻപുണ്ടായിരുന്ന ഒരു ശൈലി. എന്നാൽ ആ ശൈലി ഇപ്പോൾ പാടെ വെട്ടുകയാണ് മുതിർന്ന നേതാക്കൾ. CPM എന്ന പ്രസ്ഥാനത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ധാർഷ്ട്യക്കാരെയും ധാർഷ്ട്യക്കാരുടെ പെട്ടിതാങ്ങികളെയും ഒക്കെ ചവിട്ടി പുറത്താക്കണമെന്ന് മുതിർന്ന നേതാക്കൾക്ക് ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് കെ രാഗേഷിനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പിണറായി വിജയന്റെ 1-ാം നമ്പർ അടിമയാണ് കെ രാഗേഷ്. പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് രാഗേഷ് അനങ്ങില്ല. മുഖ്യമന്ത്രിയായി പിണറായി ഇരുന്ന കാലത്തൊക്കെ തന്നെ പിണറായിയെ ഇങ്ങനെ PR വർക്കിലൂടെ പൊലിപ്പിച്ച് കാണിക്കുന്നതിന് കെ രാഗേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിണറായിയെ പൊക്കിയടിക്കാൻ എന്തൊക്കെയാണോ കെ രാഗേഷിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൂട്ടിയത് അതെല്ലാം പിണറായിയെ വളഞ്ഞിട്ട് തല്ലാൻ വഴിയൊരുക്കി എന്നതാണ് പറയേണ്ടത്. ഇപ്പോൾ CPM-ന് അധികാരം പോയതും മുഖ്യമന്ത്രി VD സതീശൻ ഷൈൻ ചെയ്യുന്നതുമൊക്കെ കണ്ടു നിൽക്കാൻ രാഗേഷിന് കഴിയുന്നില്ല. മുഖ്യമന്ത്രി VD സതീശനെ അടിക്കാൻ രാഗേഷ് പ്രയോഗിച്ച വടി പിണറായിക്കിട്ടാണ് കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സതീശനെതിരെ രാഗേഷ് ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. കയ്യടി കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ മടലിനാണ് കമ്മികളെ ജനം പെറുക്കിയെടുത്തിട്ട് തല്ലിയത്. രാഗേഷിന്റെ പോസ്റ്റ് പിണറായിയുടെ നെഞ്ചത്തിട്ടാണ് പൊട്ടിയത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കുറിപ്പ്. പൊതുപ്രവർത്തകരെയൊക്കെ വിരട്ടി നിർത്താമെന്ന് കരുതരുത്. താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, മഹാരാജാവല്ല എന്ന് തള്ളിക്കൊണ്ടായിരുന്നു രാഗേഷ് കുറിപ്പ് പങ്കുവച്ചത്. ഇതോടെ കഴിഞ്ഞ 10 വർഷത്തെ വിജയന്റെ രാജാവ് കളി ജനം വലിച്ചു പുറത്തേക്കങ്ങിട്ട് ചവിട്ടിക്കൂട്ടി. പിണറായിയെ ട്രോളന്മാരുടെ വായിലേക്ക് ഇട്ടുകൊടുത്തത് രാഗേഷ് ആയിരുന്നു. രാഗേഷ് പങ്കുവച്ച കുറിപ്പിലെ ചില ഭാഗങ്ങളാണ് പിണറായിയെ എയറിൽ കയറ്റിയത്. അതെന്താണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ശബ്ദമുയർത്തി ചോദിക്കുമ്പോൾ ഇത്രമാത്രം അസഹിഷ്ണുത എന്തിനാണ് മുഖ്യമന്ത്രി VD സതീശ? ഇതായിരുന്നു ഒരു ചോദ്യം. ഇതിന് മറുപടിയായിട്ട് കെ രാഗേഷിനോട് എല്ലാവരും പറഞ്ഞത്, സ്വന്തം പാർട്ടിക്കാരൻ എഴുന്നേറ്റ് നിന്ന് CMA ഒരു ചോദ്യമെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞത് ആരായിരുന്നു എന്ന് കെ രാഗേഷിന് ഈ പോസ്റ്റിന്റെ താഴെ കമന്റുകൾ ഉണ്ടായിരുന്നു. പത്രസമ്മേളനങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന അപൂർവം ചില മാധ്യമങ്ങളെ വിരട്ടുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് താങ്കളുടെ ശൈലിയായി മാറിയിട്ടുണ്ട് സതീശ. പൊതുപ്രവർത്തകരെയൊക്കെ അത്തരത്തിൽ വിരട്ടി നിർത്താമെന്ന് കരുതരുത്. താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, മഹാരാജാവല്ല. താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ, ശരീരഭാഷ തുടങ്ങിയവയൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതി ആയിരുന്നില്ല എന്ന് തുറന്നു പറയട്ടെ. സ്വന്തം പാർട്ടിയിലെ കമന്റ് തൊഴിലാളികൾക്കും സൈബർ ഗുണ്ടകൾക്കുമാണ് ആ ഭാഷ ഇണങ്ങുക എന്ന് വിനയപൂർവം ഓർമ്മിപ്പിക്കട്ടെ. സതീശനെ അടിച്ചിരുത്താൻ രാഗേഷ് കുറിച്ച ഈ വരികളൊക്കെ വിജയന്റെ മൂട്ടിലാണ് വന്ന് പൊട്ടിയത്. കാരണം മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്നും മാധ്യമങ്ങൾ വീട്ടിൽ പോയി ചോദിക്കെന്നും ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അനുമതി കൊടുത്തതുമൊക്കെ ആരായിരുന്നു, ആരുടെ കാലത്തായിരുന്നു രാഗേഷേ? അതൊക്കെ കൂടി നിങ്ങൾ പറയണം. ഇവിടെ ഏറ്റവും വലിയ രാജാവ് കളിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ വിജയനും കൂട്ടരും മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നത്. ഈ കമൻറ്റുകളെല്ലാം തന്നെ രാഗേഷിൻ്റെ ഈ പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നു.
കഴിഞ്ഞ 10 വർഷം നിങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു? അതിനുള്ള മറുപടിയാണ് ജനങ്ങൾ നിങ്ങൾക്ക് തന്നത് എന്നും വീണ്ടും ഇമാതിരി ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് കൈ കഴുകാനാണ് തീരുമാനമെങ്കിൽ ഇനി അങ്ങോട്ട് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനായിരിക്കും വിധിയെന്നും പോസ്റ്റിന് താഴെ രാഗേഷിന് മറുപടികൾ തുരുതുരാ ഉണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അതിൽ നിന്ന്, അതായത് ഇവർ പിടിച്ച മീറ്ററിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. കാരണം ധാർഷ്ട്യമാണല്ലോ മുടി മുതൽ അടിവരെ. എന്തായാലും ഇട്ട പോസ്റ്റ് മുക്കി ഓടാനും കഴിയാത്ത ഗതികേടിൽ രാഗേഷ് നാറിപ്പുഴുത്തു. രാഗേഷിന്റെ പോസ്റ്റിൽ എയറിലായ പിണറായി രാഗേഷിനെ നോക്കി കണ്ണുരുട്ടുകയും ചെയ്തു. പാർട്ടി സെക്രട്ടറി കസേരയിലേക്കൊക്കെ കയറാൻ നോട്ടമിട്ടിരിക്കുന്ന ആളാണ് കെ രാഗേഷ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ കാല് നക്കി ഇങ്ങനെ നടക്കുന്നത് എന്നും വലിയ പരിഹാസം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമാണ്. കെ രാഗേഷും പാർട്ടിയുടെ അടിത്തറ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടു തള്ളുന്നതിൽ ഒരു പ്രധാനി കൂടിയാണ് ഈ കെ രാഗേഷ്. രാഗേഷിനെതിരെ വലിയ വിമർശനങ്ങൾ പാർട്ടിയിൽ ശക്തമാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ തെരഞ്ഞെടുത്തതിൽ CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി ലഭിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. സംഘടനാ മര്യാദ പാലിക്കാതെയാണ് കെ രാഗേഷിനെ തെരഞ്ഞെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി വന്നത്. ജില്ലാ കമ്മിറ്റി അംഗം അല്ലാത്തയാളെ എങ്ങനെ ജില്ലാ സെക്രട്ടറി ആക്കിയെന്ന് വ്യക്തമാക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് പരാതി നൽകിയത് എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഇമെയിൽ മുഖാന്തരമാണ് പരാതി അയച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാഗേഷിനെ പിന്നീട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ അന്ന് തന്നെ പാർട്ടിയിൽ പല ഘടകങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരസ്യമായി അത് ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. പാർട്ടി കോട്ടയെന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉൾപ്പെടെ കനത്ത പരാജയം നേരിട്ടതോടെ രാഗേഷിനെതിരെ വിമർശനവും ശക്തമാകുകയാണ്. രാഗേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ധനരാജിനെ അനുസ്മരിച്ച് പങ്കുവച്ച കുറിപ്പിന് താഴെ ഉൾപ്പെടെ വലിയ അമർഷങ്ങൾ പ്രകടമായിരുന്നു. CPMകാർ തന്നെയായിരുന്നു രാഗേഷിനെ ചവിട്ടി പുറത്താക്കണമെന്ന് അങ്ങനെ കമന്റുകൾ പങ്കുവച്ചതും. വിഴിഞ്ഞം ഓഹരി വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ രാഗേഷ് കത്തിക്കയറുകയായിരുന്നു. എന്നാൽ ഈ വിഷയം ഏറ്റെടുക്കാൻ CPMലെ മുതിർന്ന നേതാക്കൾ തയ്യാറായില്ല. പിണറായി വിജയനും ഗോവിന്ദനും രാഗേഷും മാത്രമായിരുന്നു ആ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നത്. മറ്റാരും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിന് ഒരു കാരണമുണ്ട്. അദാനി വിഷയത്തിൽ വിജയൻ എപ്പോൾ വേണമെങ്കിലും പ്ലേറ്റ് മാറ്റാമെന്ന് മുതിർന്ന നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത്. അദാനിയുമായി ഡീൽ ആർക്കായിരുന്നുവെന്നും വഴിവിട്ട നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് ആരുടെ കാലത്താണ് നടന്നത് എന്നൊക്കെ സഖാക്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ.